ഹലോ, വെൽക്കം ടു ബിഹൈൻഡ് ദ വൈറ്റ് ബോർഡ്. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ എക്സാം വെന്യൂ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് സിലബസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട MCQs ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡിവിഡൻഡ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് പോളിസി റെഫേഴ്സ് ടു decision regarding distribution of profit ആണ് ആൻസർ വരിക. Which theory suggests dividend is irrelevant to firm value? Dividend is irrelevant. അപ്പോൾ തിയറി ഓഫ് റിലവൻസും തിയറി ഓഫ് ഇറലവൻസും നമുക്ക് ഡിവിഡൻഡ് തിയറീസിലുണ്ട്. തിയറി ഓഫ് ഇറലവൻസ് പറയുന്നത് മോഡ്ഗിലിയാനി-മില്ലർ തിയറിയാണ്. ദെൻ അക്കോർഡിംഗ് ടു മോഡ്ഗിലിയാനി-മില്ലർ ഡിവിഡൻഡ് പോളിസി ഇസ് ഇറലവൻറ്റ് ബിക്കോസ് ഓഫ്, എന്തുകൊണ്ടാണ് ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അസംഷൻ. അതാണ് മോഡ്ഗിലിയാനി-മില്ലർ തിയറിക്കകത്ത് പറയുന്നത്. വോൾട്ടർ മോഡൽ അസ്യൂം ചെയ്യുന്നത് റിട്ടേൺ ഏർണിങ്സ് ഓൺലി എ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നുള്ളതാണ് ആൻസർ വരിക. വോൾട്ടർ മോഡലുണ്ട്, ഗോർഡൻസ് മോഡലുണ്ട്. ആ ഗോർഡൻസ് മോഡൽ ഇസ് ഓൾസോ നോൺ എസ്, ഗോർഡൻ മോഡലിനെ നമ്മൾ ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്നും അറിയപ്പെടും. ദെൻ ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ് കറണ്ട് ഡിവിഡൻഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ കറണ്ട് ഡിവിഡൻഡ്. റെസിഡ്യൂവൽ ഡിവിഡൻഡ് പോളിസി മീൻസ് ഫിക്സഡ് ഡിവിഡൻഡ് പെർ എവറി ഇയർ ആണോ? ഡിവിഡൻഡ് പെയ്ഡ് ആഫ്റ്റർ ഫിനാൻസിങ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡിവിഡൻഡ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഓൺലി, ഡിവിഡൻഡ് പെയ്ഡ് ഫ്രം ക്യാപിറ്റൽ. ആൻസർ വരുന്നത് റെസിഡ്യൂവൽ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് ആഫ്റ്റർ ഫിനാൻസിങ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് ആൻസർ. ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് പ്രിഫേർഡ് വെൻ? ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ലോ ആവുന്ന സിറ്റുവേഷനിലാണ്. അതായത് നമ്മൾക്കറിയാം ഡിക്ലൈനിങ് ഫേമിൻ്റെ കേസിലാണ് നമ്മൾ ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ഒക്കെ പറയുന്നത്. അപ്പോൾ ബി ആണ് ആൻസർ. ദെൻ വിച്ച് മോഡൽ യൂസസ് ദ ഫോർമുല P = D/K - G എന്ന് പറയുന്നത് ഏത് മോഡലാണ്? ഗോർഡൻ മോഡലാണ്. ഇൻ വോൾട്ടർ മോഡൽ വെൻ R greater than K, rate of return greater than cost of capital, firm should retain earnings. അപ്പോൾ അത് ഗ്രോത്ത് ഫോമിൻ്റെ കേസാണ് റേറ്റ് ഓഫ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സിറ്റുവേഷൻ. ദെൻ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഇംപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ടു ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ്. വിച്ച് ഫാക്ടർ ഡസ് നോട്ട് എഫക്റ്റ് ഡിവിഡൻഡ് പോളിസി? ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ തന്നിരിക്കുന്നതിൽ ലിക്വിഡിറ്റി, ലീഗൽ റെസ്ട്രിക്ഷൻസ്, ഷെയർ ഹോൾഡർ പ്രിഫറൻസ്, വെദർ കണ്ടീഷൻസ്. അപ്പോൾ അതിൽ വെദർ കണ്ടീഷൻസ് ആണ് ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യാത്ത ഫാക്ടേഴ്സ്. വോൾട്ടർ മോഡൽ ഈസ് ആപ്ലിക്കബിൾ വെൻ? എപ്പോഴാണ് ആപ്ലിക്കബിൾ ആകുന്നത്? തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ R = K, R greater than K or R less than K, ടാക്സ് 0, മാർക്കറ്റ് ഇംപെർഫെക്റ്റ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വോൾട്ടർ മോഡൽ ആപ്ലിക്കബിൾ ആകുന്നത് R greater than K അല്ലേ, റേറ്റ് ഓഫ് റിട്ടേൺ greater than K അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ലെസ് ദാൻ K എന്നുള്ള സിറ്റുവേഷനിലാണ്. Then if R equal to K in Walter model, dividend policy is irrelevant. അവിടെ ഡിവിഡൻഡ് പോളിസി വരുന്നില്ല. നോർമൽ ഫേമിൻ്റെ കേസിൽ പേ ഔട്ട് റേഷ്യോ 0 ആണ്. നമ്മൾ പേ ഔട്ട് റേഷ്യോ വോൾട്ടർ മോഡലിൽ നോർമൽ ഫേമിൻ്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? വോൾട്ടർ മോഡൽ ഡിവിഡൻഡ് പോളിസിയിൽ നോർമൽ ഫേമിൻ്റെ കേസിൽ അവിടെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ ഇല്ലല്ലോ, നോ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ അവിടെ ഇറലവൻ്റ് ആണ്. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ ഇസ് റിലേറ്റഡ് ടു profit distribution. Low dividend payout is suitable for? Low dividend payout suitable ആകുന്നത് എപ്പോഴും ഹൈ ഗ്രോത്ത് ഫേംസിനാണ്. ഗ്രോത്ത് ഫേമിനാണ് പേ ഔട്ട് റേഷ്യോ 0 എന്ന് നമ്മൾ പറയുന്നത്. ദെൻ മോഡ്ഗിലിയാനി മോഡൽ അസ്യൂംസ് ടാക്സ് എക്സിസ്റ്റ്, നോ ടാക്സസ് ആൻഡ് പെർഫെക്റ്റ് മാർക്കറ്റ്, ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ്, റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്. നോ ടാക്സ് ആൻഡ് പെർഫെക്റ്റ് മാർക്കറ്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. റിട്ടൻഷൻ റേഷ്യോ പ്ലസ് പേ ഔട്ട് റേഷ്യോ = 1. Then dividend stability reduces share price fluctuation ആണ് ആൻസർ വരുന്നത്. സോ ഡിവിഡൻഡ് പോളിസി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ മറ്റ് മൊഡ്യൂളുകളുടെ പ്രധാനപ്പെട്ട എല്ലാ MCQസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്മാർട്ടായിട്ട് പഠിക്കുക. വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ. Please subscribe my channel for more videos. Thank you.